മുടിയാട്ടം ഉണ്ടായിരുന്നു. മുടിയാട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രായമുള്ളവരാ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ആർക്കും അറിയത്തില്ല. മുടിയാട്ടം, കമ്പുകളി, തുമ്പിതുള്ളല്, തിരുവാതിരകളി ഒക്കെ ഉണ്ടായിരുന്നു. നാടകം പണ്ടത്തെ കാലത്ത് എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളിൽ നാടകം പഠിക്കുന്നുണ്ടായിരുന്നു. അത് മാവേലിക്കരയിൽ ഒരാൾ വന്നായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ മുടിയാട്ടം എന്ന് പറഞ്ഞ അതിന്റെ പാട്ടോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ, അറിയാമോ? കേട്ടോ, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇതൊന്നും ആർക്കും പാരമ്പര്യമായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല. തുമ്പിതുള്ളലും അറിയും. തുമ്പിതുള്ളൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓണപ്പാട്ട് പോലെ അങ്ങനെ തുള്ളുന്നതേ. ഈ മുടിയാട്ടത്തിന്റെ സങ്കല്പം എന്തുവാ ശരിക്കും പറഞ്ഞാല്, അതിനെപ്പറ്റി അറിയാവോ? ഓരോ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്നോട്ടെ, പിന്നെ ഇങ്ങനെ സന്തോഷത്തിന് കളിക്കുന്ന ആൾക്കാരൊക്കെ. ഞാനിത് പണ്ട് ഇവിടെ ഇതേപോലെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷെ ആ ആൾക്കാരൊക്കെ മരിച്ചു പോയി. ഇന്നൊരാളുണ്ട്, പുള്ളിക്കാരത്തി വയ്യാതിരിക്കുക. പുള്ളിക്കാരത്തിക്ക് ചിലതൊക്കെ അറിയാമായിരുന്നു. പ്രായമുള്ള പേരെന്തുവായിരുന്നു? കാർത്തിയാനി എന്ന് പറഞ്ഞാൽ ചെല്ലപ്പൻ്റെ വീടിൻ്റെ മേളിൽ അവര് വർത്താനമൊക്കെ പറയും, ശരീരമൊക്കെ തളർന്ന്. മൂപ്പത്തി എന്ന് പറയുന്ന അങ്ങനെ ഉണ്ടോ ഇവിടെ? ഇല്ല, മൂപ്പനേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ കോളനി മൂപ്പൻ. അപ്പം ഇതിലേറ്റവും ഒരുപാട് വർഷം നമ്മുടെ ജിനി ജോസ് ആദ്യം മെമ്പറായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ജിനി ജോസ് എന്ന് പറയുന്ന മെമ്പർ. ആ സമയത്ത് ആദ്യം ഞങ്ങൾ ഇത് ഒന്ന് ചോദിച്ച് വന്നത്, അന്നൊരു ചേച്ചി ഉണ്ട് ഇതേപോലെ പാട്ടൊക്കെ പാടുന്ന പ്രായമുള്ള, പേരെന്തുമായിരുന്നു? അതാ തോന്നുന്നു. ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് അന്ന്. ആ ഒരു സമയത്ത് വേറെ ആരാണ്ടറെ ഇതിൽ വിളിച്ചിട്ടാണ് തോന്നി ഞാൻ സംസാരിച്ചത്. അത് പുള്ളിക്കാരത്തിൻ്റെ ഫോണിലായിരുന്നു. അറിയത്തില്ല. അന്ന് ഇതേപോലെ പാട്ടോ എന്തോ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഉണ്ടാകും. ഞാനന്ന് പക്ഷേ അത് കുറച്ച് കുറിച്ച് വെച്ചു എഴുതി ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പാട്ടും അതൊന്നും കിട്ടിയില്ല. പുള്ളിക്ക് എന്നെക്കാട്ടിലും കുറച്ചുകൂടെ അറിയാമായിരുന്നു. കാരണം ഇവിടെ കമ്പുകളി പഠിപ്പിക്കാനും വന്നതെന്ന് പറഞ്ഞാൽ മാവേലിക്കരക്കാരൻ കുറച്ചുനാളുള്ള ഒരു ആളായിരുന്നു. പുള്ളി പിന്നെ ഇവിടെ വന്ന് വിവാഹമൊക്കെ കഴിച്ച് ഇവിടെ താമസമായിരുന്നു. കൊച്ചിരാമൻ എന്ന് പറയും. അയാളുടെ മോനും ഉണ്ടായിരുന്നു, അവനും മരിച്ചുപോയി, ശിവാനന്ദൻ എന്നും പറഞ്ഞു. പിന്നെ പെൺപിള്ളേരുണ്ട്, അവർക്കൊന്നും ഒറ്റവർക്ക് ചില പാട്ടുകളൊക്കെ ഭജനപ്പാട്ടൊക്കെ പാടത്തേ ഉള്ളൂ. ഭജനയ്ക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ പിള്ളേർ, ഭജനയും കാര്യങ്ങളും.